ഇതിപ്പോ അച്ഛനെ വീട്ടിൽ കയറ്റി എന്ത് ചെയ്യും? ഇവള് കുഴിപ്പുളത്ത് പോകാതെ ബാലോചന ഈ വീടിനെ പടി ഔട്ടൂല. ഈ വഴക്കിടാൻ എന്താണ് കാര്യം ശരിക്കും പറഞ്ഞ? അത് ഇവര് തങ്ങളിൽ എന്തോ പറഞ്ഞു തുടങ്ങിയതാ. അവസാനം ബാലുവിനെ എവിടെ ഇറക്കി വിടുമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞെന്ന് പറയുന്നു. എന്നെ ലച്ചു, നിനക്ക് അച്ഛന്റെ സ്വഭാവം അറിയില്ല ലച്ചു? എന്റെ അമ്മ, ഞാൻ അച്ഛനൊന്നും പറഞ്ഞില്ല. അച്ഛൻ എന്നെയാണ് പറഞ്ഞത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ദേ അവളോട് ചോദിച്ചു നോക്കി, അവളുണ്ടായിരുന്നു കൂടെ. ഇവള് ഓരോന്നൊക്കെ പറഞ്ഞില്ലോമ്മ, ബാലോചന മാത്രമല്ല. അത് ശരി, കൂടെ ഒന്ന് ചതിക്കുന്ന സത്യമല്ലേ? നീ പോണില്ലേ എന്ന് ചോദിച്ചു കളിയാക്കിട്ടല്ലേ ബാലോചന പോയത്? ഞാനാ? ലച്ചുവേ, കൂടുതൽ ഉരുടണ്ട. നിന്റെ സ്വഭാവം എനിക്ക് കറക്റ്റായിട്ട് അറിയാം. വായി തോന്നണൊക്കെ നീ പറഞ്ഞിട്ടുണ്ടാവും അച്ഛൻ്റെ അടുത്ത്. അത്രയും പറഞ്ഞുകൊണ്ടാണല്ലോ അച്ഛന് പറയും പോയത്. ചേച്ചി, അച്ഛനോട് ഇങ്ങനൊന്നും പറയല്ലേ. ഷേടാ, ഇവക്കെന്താണ് അച്ഛൻ്റെ അടുത്ത് ഇത്രയും സ്നേഹം? അല്ലേ, ഐ ലവ് മൈ ഫാദർ ബട്ട് ഐ ഡോണ്ട് എക്സ്പ്രസ് മൈ ലവ്. എന്തോന്നാ? അതാണ് സ്കൂളിൽ പഠിച്ച ഏതോ ഒരു പദ്യം. ഐ ലവ് മൈ ഫാദർ. ഡേയ്, തമാശയൊക്കെ വിട്ടേ. ഇത്രയും വാശി പിടിച്ച അച്ഛൻ അവിടെ തന്നെ ഇരിക്കുകയാണെങ്കിൽ രാത്രി മുഴുവൻ ആ മഞ്ഞും കൊണ്ട് അവിടെ തന്നെ ഇരിക്കും, ആ മരത്തിൻ്റെ വീട്ടിൽ. വയ്യാത്ത കേട്ടാ, വേഷം കെട്ട് കാണിക്കല്ലേ. എടി, അതിന് വിളിച്ചാ വരണ്ടേ? വിളിച്ചാലൊന്നും വരില്ലമ്മ. വിളിച്ചാൽ ഒന്നും കൂടെ വാശി കയറിയുള്ളൂ. അത് നേരത്തെ ഞാൻ കണ്ടതാ. ഇതിപ്പോ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതല്ലേ ചേച്ചിയല്ലേ? ചേച്ചിനെ കൊണ്ട് സോൾവ് ചെയ്തിട്ട്. ആടാ, ഞാൻ ആ പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം. എനിക്കറിയാം ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത്. അയ്യോ! എന്താ ചേച്ചി? അവള് ഒന്ന് വീണ് കാല് പടങ്ങിയതാ. കാല് പടങ്ങിയ? എന്റെ ദൈവമേ, പൊട്ടലുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. വേഗം നോക്കളെ, വണ്ടി പിടിച്ചോടാ. തറവുന്നേ ഞാൻ നീരിപ്പാടിക്കും വണ്ടി പിടിച്ചോടാ. വിളിക്കാച്ചാ ചിരിക്കണേ? അല്ല, അകത്തേക്ക് കയറില്ല എന്ന് പറഞ്ഞ ആൾക്കാർ അകത്ത് വന്ന് ഇങ്ങനെ നിൽക്കണ്ടിട്ട് ചിരിച്ചു. പിന്നെ എന്റെ കൊച്ചിന് നിലവിളി കേട്ടാ ഞാൻ തരുവല്ലേ? ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല. നമ്മളെ അച്ഛനെ അകത്ത് കയറ്റാനുള്ള നമ്പര്. ഓഹോ, പറ്റിച്ചായിരുന്നല്ലേ? അപ്പൊ വീണില്ല. ആര് വീഴാൻ? ശരി കേട്ടാ, നിനക്ക് കുട്ടികളി കളിക്കാണല്ലോ ഞാൻ. എന്നാ കുട്ടിക്കളി അല്ലാത്തൊരു കാര്യം പറയട്ടെ. ഇത്രയും നേരമായിട്ട് അവള് പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇത്രയും സമയമായിട്ട് അവള് വെള്ളം കുടിക്കോ ഭക്ഷണം കഴിക്കോ ഒന്നും ചെയ്തിട്ടില്ല. അച്ഛൻ കഴിക്കാതെ അവള് കഴിക്കില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അതെന്തെന്നാ? അച്ഛൻ പുറത്തിരിക്കുമ്പോ ഞാൻ എങ്ങനെ കഴിക്കണേ? അച്ഛൻ കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് സമാധാനത്തോടെ കഴിക്കാനും കുടിക്കാനും പറ്റൂ? അപ്പൊ ഇതിലൊന്നും കഴിച്ചില്ല മകള്? പോടാ, ആരോടാ. ഓ, എന്റെ പൊന്നെ മക്കൾ, അച്ഛൻ പുറത്തിരുന്ന് കഴിക്കണം നീ കണ്ടില്ലേ? അപ്പൊ നിനക്ക് അകത്തിരുന്ന് കഴിച്ചൂടെ? അപ്പോഴും അച്ഛൻ പുറത്തു തന്നെയല്ലേ ഇരിക്കണത്, വെയിലൊക്കെ കൊണ്ട്. കൊള്ളാം. അതാ കൂടെ ഉള്ളവരെ വല്ലതും കൊടുക്കോ? അതുമില്ല. ഒറ്റ പട്ടി കിടന്ന മതി, നോക്കിണ്ട് നാളെ. നിങ്ങൾ തമ്മിലല്ലേ മത്സരം, നമ്മളെന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും വാശി തരട്ടെ. കഴിച്ചോ. അച്ഛൻ ഇടയ്ക്ക് വല്ലതൊക്കെ പറയും, കുഴിപ്പള്ളത്തോ അവിടെ ഇവിടെ പോകുന്നൊക്കെ പറയും. എൻ്റെ പൊന്നോക്കളെ ഞാനൊരു കാര്യം പറയാം. പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെ കിടന്ന് നിലവിളിക്കലട്ടോ. അച്ഛനെ നെഞ്ചു പടഞ്ഞു പോയി. അപ്പൊ സ്നേഹമുണ്ട്. പിന്നെ സ്നേഹമല്ലാതെ ദേഷ്യം വരും, വല്ലതൊക്കെ വിളിച്ച് പറയണമെന്നല്ലാതെ. കഴിക്കും. അതെ, സിദ്ധു വരുമ്പോൾ ഇവിടെ വന്നാൽ മതി കേട്ടാ. കുഴിപ്പള്ളൊന്നും പോണ്ട. അച്ഛാ, സോറി. എന്തിന്? ഞാനും ദേഷ്യം വന്നപ്പോ അച്ഛൻ്റെ അടുത്ത് ഇവിടെ ഇറങ്ങി. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബാലുവിന്റെ ഭീഷ്മർ ശപഥം തീർന്നു.